തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി SDPIയുടെ പിന്തുണ പ്രാദേശികമായി തേടിയിട്ടുണ്ടെന്നും പിന്തുണ തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പൊതുവായി പറഞ്ഞതായിരിക്കാമെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. CPM ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അവിടെ പ്രാദേശികമായി പിന്തുണ ആവശ്യപ്പെട്ടു. പോലീസ് നയത്തിൽ CPMനും ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നും അതേ അഭിപ്രായം തങ്ങൾക്കുമുണ്ടെന്നും അതുകൊണ്ട് സർക്കാരിനെ എതിർക്കണമെന്നില്ലെന്നും CPA ലത്തീഫ് പറഞ്ഞു. മഞ്ചേശ്വരത്ത് UDFന് പിന്തുണ നൽകണമെങ്കിൽ VD സതീശൻ നിലപാട് തിരുത്തണം. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഞങ്ങളോടെങ്കിലും തിരുത്തി പറയണം. SDPI വോട്ട് വേണ്ടെന്ന് പറഞ്ഞ UDFിലെ ഏക രാഷ്ട്രീയ നേതാവാണ് സതീശൻ. VD സതീശൻ SDPI വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഇത് പുതിയ നിലപാട് അല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണയായ ശേഷം സതീശൻ SDPIയെ തള്ളി. ഈ നിലപാട് BJPക്ക് സഹായകമായി. ഒരു പഞ്ചായത്ത് ഭരണം BJPക്ക് തളികയിൽ വെച്ച് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്താലാണ്. പാണക്കാട് തങ്ങൾ വരെ വോട്ട് വിഭജിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ സതീശൻ നേരെ തിരിച്ചാണ് പറയുന്നത്. ഇത് കോൺഗ്രസ് നിലപാടാണോ എന്നും നേതൃത്വം പറയണം. KC വേണുഗോപാൽ ആരുടെ വോട്ട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. AICC ജനറൽ സെക്രട്ടറിക്ക് മുകളിലാണോ സതീശൻ? സതീശൻ ഇങ്ങനെ പറയുന്നത് ദുരൂഹമാണ്. UDF അധികാരത്തിൽ വരുമെന്ന് അവർ അവകാശപ്പെടുന്നു. UDF വന്നാൽ സതീശൻ മുഖ്യമന്ത്രിയാകില്ലെന്ന് കോൺഗ്രസുകാർ പറയുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ UDFന് ചുരുങ്ങിയ ഭൂരിപക്ഷമേ പാടുള്ളൂവെന്നാണ് സതീശൻ കരുതുന്നത്. സതീശന്റെ നിലപാട് UDFന് തിരിച്ചടിയാകും. SDPIയെ പോലുള്ള പാർട്ടികളുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നത് അവരുടെ സാധ്യതയില്ലാതാക്കും. ഇക്കാര്യത്തിൽ UDF ഘടകകക്ഷികൾ നിലപാട് പറയണം. കോൺഗ്രസിന്റെ പൊതുനയത്തിന് എതിരാണ് സതീശന്റെ നിലപാട്. മത്സരിക്കാത്ത സീറ്റുകളിൽ ഒരു സീറ്റ് ഒഴികെ മറ്റിടങ്ങളിൽ ഒരു മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. UDF വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്തുണച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് ഇനി പോകില്ല. മറ്റു കോൺഗ്രസ് നേതാക്കൾ നിലപാട് പറയട്ടെ. മഞ്ചേശ്വരത്ത് പിന്തുണ തീരുമാനിച്ചില്ല. മഞ്ചേശ്വരത്തെ കാര്യങ്ങൾ പഠിക്കണം. LDF കൺവീനർ, മുഖ്യമന്ത്രി എന്നിവർ പിന്തുണ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്തുണ വേണ്ടെന്ന് പറയുന്നത് അശ്ലീലമാണ്. ഞങ്ങൾ വർഗീയ പാർട്ടിയല്ലെന്നും CPA ലത്തീഫ് പറഞ്ഞു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime